ചുറ്റിലും വെള്ളമുണ്ട്, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി പോലുമില്ല. ഇതാണ് എറണാകുളം ഉദയംപേരൂർ പഞ്ചായത്തിലെ അവസ്ഥ. 1.5 മാസത്തിൽ അധികമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ് ഉദയംപേരൂരുകാർ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഞങ്ങൾക്ക് ഇവിടെ മാസങ്ങളോളമായി കുടിവെള്ളം വന്നിട്ട് വെള്ളം ഇല്ലാത്ത പൈപ്പ് വെള്ളവും ഇല്ല, കുളത്തിലില്ല, കിണറ്റിലില്ല, എങ്ങും വെള്ളമില്ലായ്മയാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന കാലം തുടങ്ങി, ജനിച്ച് വീണ കാലം തുടങ്ങി ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും പറയുന്നതാണ് ഇവിടെ കുടിവെള്ള ക്ഷാമം പണ്ട് തുടങ്ങി ഞങ്ങൾ ഈ ഇല്ലായ്മ അനുഭവിക്കുന്നതാണെന്നുള്ളത്. എല്ലാവരും അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിന് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല. വേനൽ കടുത്താൽ ഉദയംപേരൂരിലെ ആളുകളുടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ആരംഭിക്കും. കക്കാട്, ചൂണ്ടി ജലപദ്ധതികൾ വഴി പൈപ്പ് ലൈനിലൂടെയുള്ള വെള്ളമാണ് പ്രധാന ആശ്രയം. എന്നാൽ കഴിഞ്ഞ 1.5 മാസമായി കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല. ഏപ്രിൽ 4-ാം തീയതി എനിക്ക് ബില്ല് വന്നതാണ്. അത് 13.51 ആയിരുന്നു അതിൻ്റെ റീഡിങ്. ഇപ്പോൾ 13.55 റീഡിങ്. കാരണം ഈ 40 ദിവസത്തിനുള്ളിൽ എനിക്ക് 4,000 ലിറ്റർ വെള്ളമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കണം? ഞാൻ എന്ത് ചെയ്യണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വെല്ലിനൊരു കുറവില്ല. ഇപ്പോൾ പൈസ അടച്ചില്ലെന്നും പറഞ്ഞ് 5 രൂപ ഫൈനും കൂടി അടച്ച് എനിക്ക് 252 രൂപ അടക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. വേനലായാൽ കിണറുകളിൽ ഉപ്പുവെള്ളം നിറഞ്ഞ് മലിനമാകും. ടാങ്കറുകൾ വഴി റേഷൻ പോലെ കിട്ടുന്ന വെള്ളം മാത്രമാണ് ഏക ആശ്രയം. ഇതും കൃത്യമായി ലഭിക്കാറില്ല. വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സത്യഗ്രഹ സമരം 3 ദിവസം പിന്നിട്ടു. 2 MLA-മാരുടെ നേതൃത്വത്തിൽ 2 പഞ്ചായത്ത് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ PW റെസ്റ്റ് ഹൗസ് വെച്ചൊരു മീറ്റിംഗ് കൂടുകയും ഈ വാട്ടർ അതോറിറ്റി പറഞ്ഞ് 2 പമ്പ് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം തരാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരമാണ് കഴിഞ്ഞ മാസം നമ്മളൊരു നിബന്ധന വെച്ച് തീരുമാനമെടുത്ത് പോകുന്നത്. അതിനുശേഷവും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇന്നിപ്പോൾ ഏകദേശം 47 ദിവസത്തോളം മാളേകാട്, വട്ടക്കാട് ഭാഗങ്ങളിൽ വെള്ളമില്ലാത്ത, അല്ലാതെ തന്നെ ഉദയംപേരൂരിൻ്റെ പല ഭാഗങ്ങളിലും കൃത്യമായിട്ട് വെള്ളം കിട്ടില്ല. MLA-മാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കുടിവെള്ള വിതരണം കൃത്യമായി നടത്തുമെന്ന് തീരുമാനമെടുത്തെങ്കിലും നടപ്പായില്ല. ഉദയംപേരൂരിലേക്ക് ലഭിക്കേണ്ട വെള്ളം മറ്റു പ്രദേശങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നതായും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി ഉദയംപേരൂരും പരിസരത്തുമുള്ള ആളുകളുടെ ദുരവസ്ഥയാണിത്. ടാങ്കറിൽ കിട്ടുന്ന വെള്ളം മാത്രമാണ് ആശ്രയം. വേറെ ഒരു തരത്തിലും കുടിവെള്ളം പോലും ലഭ്യമാകുന്നില്ല. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ള പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ്. ഉദയംപേരൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ സമരം ആരംഭിച്ചിട്ട് 4 ദിവസം പിന്നിടുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ വരുന്ന പ്രതികരണങ്ങൾ എന്ന് നോക്കാം. ഇന്നലെ തന്നെ ആയാലും നമ്മൾ കാശ് കൊടുത്ത് വെള്ളം അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം ടാങ്കറിൽ കൂടി കിട്ടുന്നില്ല. 2000 ലിറ്റർ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2000 ലിറ്ററെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത്യാവശ്യം എല്ലാം പിടിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് അതുപോലും കിട്ടുന്നില്ല. കറക്റ്റ് ഇലക്ഷൻ്റെ അന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. ഇവിടെ എന്താ രസം എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വെള്ളം ചൂഷണവും മോഷണവും ചെയ്യുകയാണ്. അതാണ് ഉദയംപേരൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് മുഖ്യ കാരണം. ഈ മോഷണവും ചൂഷണവും നിർത്തി ഉദയംപേരൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളം ആ പഞ്ചായത്തിലേക്ക് മാത്രം തന്നാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. ഇവിടെ അവസാനിക്കുന്നല്ല, സിമ്പിളായി കൈകാര്യം ചെയ്യാനാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒറ്റ അനാസ്ഥയാണ്. അധികാരികൾ ഇപ്പോൾ ആരും തന്നെ പറയുന്നില്ല, നിങ്ങൾ സമരം നിർത്തുന്നുള്ള ഒരു പല്ലവി മാത്രം. പക്ഷേ നമ്മുടെ MLA-യും പിന്നെ ചീഫ് എഞ്ചിനീയറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടും അവർ ഇതിൽ MLA-യുടെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കുടിവെള്ളം എത്താനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.